അഡ്വക്കേറ്റ് കെ സരൺകുമാർ, അത് നോക്കൂ, ഇവിടെ കാണുന്നത് ജനാധിപത്യമാണ് എന്നാണ്. നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. നോക്കൂ, ഇവിടെ വിസ്മയം തീർക്കാൻ വന്നവർ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കഥ അശ്ലീലമായി മാറുന്ന കഥ, അത് എങ്ങനെയാണ് സംഭവിച്ചത്, അതിനെ ഏത് രീതിയിലാണ് കോൺഗ്രസ് പ്രൊട്ടക്റ്റ് ചെയ്തത്, വിസ്മയം തീർക്കാൻ വന്നവരടക്കം ഇപ്പോഴും പിന്നീട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും അതിൻ്റെ അവസാനത്തെ വിസ്മയമാണ് ഇപ്പോൾ നാം കാണുന്ന ശശി തരൂർ വിഷയം. ശശി തരൂർ ഇടഞ്ഞു നിൽക്കുകയാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം. ഇവിടെ അത്ഭുതം, ആശ്ചര്യം, അതിശയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുവന്നവരാണ് കോൺഗ്രസ്. എന്നാൽ അത് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാം വളരെയധികം വ്യക്തമാണ്. ഏറ്റവും ആദ്യം ഇത് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ബീഹാറിലെ മുഴുവൻ കോൺഗ്രസ് MLA-മാരും NDA സഖ്യത്തിലേക്ക് ചേർന്നു. ഇപ്പോൾ ബീഹാറിൽ കോൺഗ്രസിൻ്റെ എണ്ണം 0 MLA-മാരാണ്. CPM-ൻ്റെ എല്ലാം ജയിച്ച MLA അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. അതിനുശേഷം ഓരോ സാഹചര്യങ്ങൾ എടുത്ത് പരിശോധിക്കുക. കോൺഗ്രസ് ആഗ്രഹിച്ചതും പ്രഖ്യാപിച്ചതും ഒരേ രൂപത്തിൽ, എന്നാൽ സംഭവിക്കുന്നത് മറ്റേ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം MP-യുടെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതേപോലെ രാഹുൽ ഗാന്ധിയെ കാണാൻ അനുവാദം ചോദിച്ച് ദിവസങ്ങൾ കാത്തു നിന്നിട്ടും കാണാൻ പറ്റാതെ വന്ന ഒരു നേതാവുണ്ട് ആസാമിൽ, ഹേമന്ത വിശ്വ ശർമ്മ എന്നതാണ്. അദ്ദേഹം പിന്നീട് BJP ചേർന്നു. ഇപ്പോൾ BJPയുടെ മുഖ്യമന്ത്രിയായി ആ പ്രദേശത്തെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട BJPയുടെ നേതാവായിട്ട് മാറിയത് നമ്മൾ കണ്ടു. അത്തരത്തിൽ സമാന സാഹചര്യമുള്ള നിരവധി നേതാക്കന്മാർ ഇപ്പോൾ BJPയുടെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ ആകെയുള്ള MP-മാരുടെ 1/3 എണ്ണമെടുത്ത് BJPയുടെ MP-മാരുടെ എണ്ണമെടുത്ത് പരിശോധിച്ച് അവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണ്. 10-ലധികം മുഖ്യമന്ത്രിമാർ പോയി, കേന്ദ്രമന്ത്രിമാർ പോയ എല്ലാ അനുഭവവും നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം പോകുന്ന സമയത്ത് തന്നെ അവർ അതിൻ്റെ കാരണവും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് പലതരത്തിലുള്ള അവഗണന അനുഭവിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാർ അതിൽ തന്നെ ഉള്ളപ്പോഴാണ് ഇവർ വലിയ രൂപത്തിൽ വിസ്മയം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഏറ്റവും അവസാനം കൊട്ടാരക്കരയിലെ 3 തവണ MLA ആയിട്ടുള്ള ഐഷ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിസ്മയം സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെട്ടത്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം തിരിച്ചു ചോദിച്ചു. 2 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും അംഗവും പ്രസിഡന്റുമായിട്ടും 3 തവണ MLA ആയിട്ടും ഒരു മനുഷ്യായുസിന്റെ 1/3 ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ച് അവസാനം രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർമെന്റായി വീട്ടിലേക്ക് പോയ ആളെ തിരിച്ചു കൊണ്ടുവന്ന് വലിയ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ വിസ്മയം സൃഷ്ടിച്ചു എന്നതാണ്. പക്ഷേ അത് ഒരു രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല കേസ് വലിയ തരത്തിലുള്ള ഒരു പ്രചരണായുധമാക്കി മാറ്റി അതിൽ നിന്ന് വലിയ നേട്ടം കൊയ്യാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പാരടിപ്പാട്ട് പാടിയവർ ഇപ്പോൾ ശബരിമല ചർച്ച എവിടെയെങ്കിലും വന്നാൽ ആ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറി പിൻവാങ്ങുന്നത് നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ് നമ്പർ 10 ജനപദിൽ പലതവണ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്ക്, ഹേമന്ത വിശ്വ ശർമ്മയ്ക്ക് പോലും എത്താൻ കഴിയാത്തിടത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയത്? അതുമായി ബന്ധപ്പെട്ടിട്ട് UDF-ന്റെ കൺവീനർ പറഞ്ഞ നുണയെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അങ്ങ് സോണിയാഗാന്ധിയെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ആൾ അവിടെ കാണാൻ വന്ന് ശബരിമലയിലെ പോറ്റിയാണെന്ന് പറഞ്ഞു, അവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. കുറച്ച് ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞ് മാറ്റി പറഞ്ഞു, ഞാൻ ഡൽഹി എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ആൾ പറഞ്ഞു ശബരിമല മേൽശാന്തിയാണ്, ഞാൻ അങ്ങോട്ട് കാണാൻ പോവുകയാണ്, അന്ന് കൂടെ വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൂടെ പോയി എന്ന് തിരുത്തി. വീണ്ടും ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പറഞ്ഞു എനിക്ക് നല്ല പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ പത്തനംതിട്ടയിൽ വെച്ചുള്ള പരിചയമാണ്. പിന്നെ വീട്ടിൽ പോയ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ശബരിമലയിലെ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറിച്ചിട്ടാണ്. അവിടെ ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് ശരിക്കും കോൺഗ്രസ് ആണ്, ജയിലിൽ പോറ്റിയെ കയറ്റിയതാണ് ഇടതുപക്ഷവും CPM-ഉം എന്ന് വ്യക്തമായപ്പോൾ ഇപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യുന്നില്ല. ഇന്നലെ ഒരു സംഭവം നടന്നല്ലോ, നമ്മുടെ വിഴിഞ്ഞം 2ാം ഘട്ട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആദ്യഘട്ട ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും വിഴിഞ്ഞത്ത് അടുക്കില്ല എന്നും ഒരിക്കലും ആ പണി പൂർത്തീകരിക്കില്ല എന്നും മൈക്ക് കെട്ടി പ്രസംഗിച്ച് നടന്ന, പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച അതേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോയി ആ മുൻനിരയിൽ നിന്നുകൊണ്ട് ഒരു ചിരിയുണ്ട്. ആ ചിരിയൊക്കെ ജനങ്ങൾ കണ്ട് ആ പഴയ പ്രസംഗങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ്. പറഞ്ഞല്ലോ ഇപ്പം പണി നിർത്തിവെച്ചോളണം, ഒരിക്കലും ഇത് പൂർത്തീകരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് മുതൽ എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ദേശീയപാത ഏതെങ്കിലും സ്ട്രക്ചർ ഉദ്ഘാടനം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അങ്ങനെ വിചാരിക്കുകയൊന്നും വേണ്ട, അങ്ങനെ സ്വപ്നം കാണുമൊന്നും വേണ്ട എന്നുള്ള K. മുരളീധരന്റെ പ്രസംഗം അടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ദേശീയപാതയായാലും ഏത് വികസന പ്രവർത്തനങ്ങളായാലും അതിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ കോൺഗ്രസ്സുകാർ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, കനകോലു നിങ്ങളുടെ സമ്മേളനത്തിൽ വന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരിക്കലും LDF-ന്റെ അടിസ്ഥാന വോട്ടിൽ ഒരു ഇടിവും വന്നിട്ടില്ല, അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം ഈ കേരളത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട്
ഇല്ലാത്ത ഒരു വിസ്മയം സൃഷ്ടിക്കാനും ഇല്ലാത്ത ഒരു ഇടതുപക്ഷ വിരുദ്ധ വികാരമുണ്ട് എന്ന് സൃഷ്ടിക്കാനും വേണ്ടി നടക്കുന്ന ആ നുണപ്രചരണത്തിന്റെ ഇടയിൽ മറന്നുപോകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഏതായാലും വികസന പ്രവർത്തനങ്ങൾ ഓരോന്നായി പൂർത്തീകരിച്ച് പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ച അഭിനന്ദിച്ച ആ ലോകത്ത് മദർഷിപ്പ് വരുന്ന തുറമുഖങ്ങളിൽ ഏറ്റവും വലിയ തുറമുഖമായി മാറുന്ന 2045 പണി പൂർത്തീകരിക്കുമെന്ന് ആഗ്രഹിച്ച് 2028 തന്നെ 15-17 വർഷം മുമ്പേ പണി പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുമോ? അതേപോലെ ഓരോ മേഖലയിലും ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും വിസ്മയം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കേണ്ട. നിങ്ങളുടെ കൂടെയിലുള്ളവർ ചാടിപ്പോകാതെ തെറിച്ച് പോകാതെ സംരക്ഷിക്കുക. അത് മാത്രമാണ് പറയാനുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ച് മുഴുവൻ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും പാലിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞങ്ങൾ സജ്ജരായിക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വന്ന ചെറിയൊരു തിരിച്ചടി, അത് കാരണങ്ങൾ കണ്ടെത്തി ജനങ്ങളെ അഭിമുഖീകരിച്ച് മുഴുവൻ വീടുകൾ കയറി ജനങ്ങളുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് കുറവുകൾ ഓരോന്ന് പരിഹരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അടിസ്ഥാന വികസന രംഗത്ത് നടത്തുന്ന ഇടപെടലുകൾ, പശ്ചാത്തല വികസന രംഗത്ത് നടത്തുന്ന ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് കേരളത്തെ കുതിച്ചു മുന്നേറുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി തന്നെ വിലയിരുത്തും. അതുകൊണ്ട് വിസ്മയം സൃഷ്ടിക്കാൻ നടക്കാതെ നിങ്ങളുടെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്തുവാനും അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ മാറുക. പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈയിലെല്ലാം നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഒരു വീടിന് പോലും കല്ലിടാൻ ഇതുവരെ കഴിയാത്തത് അവിടുത്തെ പാവപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ച ജനങ്ങളിൽ ഉണ്ടാക്കിയ പ്രതിഷേധമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ ഈ മാർച്ച് മാസത്തിൽ ഏകദേശം 410 വീടുകൾ പണി പൂർത്തീകരിച്ച് താക്കോലുകൾ കൈമാറുകയാണ്. ഒരു സഹായവും മറ്റൊരു മേഖലയിൽ നിന്ന് കിട്ടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ടാണ് പണി പൂർത്തീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ DYFI അടക്കമുള്ള സംഘടനകൾ കൊടുത്ത മറ്റ് സംഘടനകൾ കൊടുത്ത കൃത്യമായിട്ടുള്ള സഹായവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിസ്മയമല്ല സൃഷ്ടിക്കുന്നത്, വാഗ്ദാനങ്ങൾ കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. തീർച്ചയായും